ഹായ് മഗൾസ്, വെൽക്കം ബാക്ക്. നമ്മുടെ 8ാം ക്ലാസ് ഫിസിക്സ് എക്സാമിൽ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ബിരുദന്മാരെയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഒരു 4 മഹാന്മാരെ അങ്ങോട്ട് പരിചയപ്പെടാൻ പോവുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമേ ഞാൻ പറയട്ടെ, ഈ ചോദ്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. അതിന് ഉത്തരങ്ങളും ആ ഉത്തരങ്ങൾ വന്ന വഴിയും അതിനനുബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റായിട്ട് പഠിക്കണം. എന്നിട്ട് മാത്രമേ ഈ വീഡിയോ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവസാനിപ്പിക്കാൻ പാടുള്ളൂ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ, ഒരു ചിത്രത്തിന്റെ ഫോട്ടോ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടൊരു പരിചയം ഉണ്ടോ? നമുക്ക് നോക്കാം എന്താ ചോദ്യം എന്ന്. ഐഡന്റിഫൈ ദ ഡിവൈസ്. ഈ ഉപകരണം ഏതെന്ന്. എടാ ഇത് ആരാ? ഇവന്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ് എന്ത് കോപ്പ്? ഇലക്ട്രോസ്കോപ്പ്. അപ്പൊ അതും സെറ്റ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഇറ്റ്സ് യൂസ്. ഇതിന്റെ ഉപയോഗം എന്താന്ന്. ഒരു ഇലക്ട്രോസ്കോപ്പ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? ഒരു വസ്തുവിൽ ചാർജിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ടു ഐഡന്റിഫൈ ദ പ്രസൻസ് ഓഫ് ചാർജ് ഇൻ എൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ, ചാർജ് ഇല്ലേ, വല്ല ചാർജും ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, ഇലക്ട്രോസ്കോപ്പ്. ശരിക്കും ഇതിന്റെ ഇവിടെ ഒരു മെറ്റാലിക് സ്ഫിയർ, ഒരു ലോഹ ഗോൾ ഉണ്ടാവും, 2 അലൂമിനിയം ഫോയിൽസ് അല്ലെങ്കിൽ ലോഹ ദണ്ടുകൾ, ലോഹ ദളങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. നോ പ്രോബ്ലം, അവിടെ നോട്ടെ. അപ്പൊ നമ്മൾ അവന്റെ പണി എന്താവും നമ്മൾ പഠിച്ച്. മൂന്നാമത്തെ ദിവസം എന്താടാ, ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള വസ്തുവിനെ ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ വെറുതെ ഒരു ചിത്രം വരച്ച് വെക്കുക. ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തു, ഇതൊരു വസ്തുവാണ്. ഈ വസ്തുവിന് ഫുള്ള് നെഗറ്റീവ് ചാർജ് ആണെന്ന് ഇരിക്കുക. കുറെ നെഗറ്റീവ് ആയിപ്പോയി, കുറച്ച് ഓവർ ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തുവിനെ ഇലക്ട്രോസ്കോപ്പിന്റെ അടുത്ത് കൊണ്ടേ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ എ, ചാർജ് ഓൺ ദി മെറ്റൽ സ്ഫിയർ. ഈ സ്ഫിയറിന് ഇവിടെ മെറ്റൽ സ്ഫിയർ ഉണ്ടാവും, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ മെറ്റൽ സ്ഫിയറിന്റെ ചാർജ് എന്തായിരിക്കുന്നു? എന്റെ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോസ്കോപ്പിൽ ഒരാളെ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം ചാർജാണ് അയാൾക്ക് കിട്ടുക. എന്നാൽ ടച്ച് ചെയ്തിട്ടില്ലല്ലോ, അടുത്ത് കൊണ്ടേ വെച്ചെന്നല്ല പറഞ്ഞിട്ടുള്ളൂ, നിയർദ എന്ന് പറഞ്ഞ് സമീപത്ത് കൊണ്ടേ വെച്ചിട്ടുള്ളൂ. അതിന് നമ്മൾ പറയും ഇൻഡക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയാം, സ്ഥിത വൈദ്യുത പ്രേരണം. എന്തായാലും എന്റെ മക്കൾ മനസ്സിലാക്കുക, ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള വസ്തുവിനെ അടുത്ത് കൊണ്ടേ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ചാർജാണ് കിട്ടുക. ടച്ച് ചെയ്യുകയാണെങ്കിൽ സെയിം ചാർജാണ് കിട്ടുക, അടുത്ത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ചാർജാണ് കിട്ടുക. സോ നമുക്കറിയാം നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ആരാ വരിക? നെഗറ്റീവിന് ഐ ലവ് യു പോസിറ്റീവ് ആണ് സാറേ. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവുകളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. ഓ നെഗറ്റീവ് ഏട്ടാ നെഗറ്റീവ് ഏട്ടാ നെഗറ്റീവ് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഈ പോസിറ്റീവ് ഒക്കെ ഇതിന് അടുത്ത് വന്ന് നിൽക്കും. ഓക്കെ അല്ലേ? അപ്പൊ നെഗറ്റീവിനെ കണ്ട ഐ ലവ് യു ആർക്കായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒന്നാമത് ഉത്തരം കിട്ടി, ചാർജ് ഓൺ ദി മെറ്റൽ സ്ഫിയർ. ആ ലോഹഗോളത്തിൽ എന്ത് ചാർജ് ഉണ്ടാകുക? പോസിറ്റീവ് ചാർജ് ഉണ്ടാകുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ, ചാർജ് ഓൺ ദി മെറ്റൽ ലീവ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ലോഹദളങ്ങളിൽ എന്ത് ചാർജ് ഉണ്ടാകുകയാണ്? ഇവിടെ ഫുള്ള് പോസിറ്റീവ് അല്ലേ, അപ്പൊ ആരാ അവിടെ ഉണ്ടാകുക? പോസിറ്റീവ് ഉണ്ടെങ്കിൽ ബാക്കി ആരുണ്ടായിരിക്കും? നെഗറ്റീവ് ഉണ്ടായിരിക്കും. ആ നെഗറ്റീവുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ദളങ്ങളിൽ ഏത് ചാർജ് ഉണ്ടാകുക? നെഗറ്റീവ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയുന്നേ, ഇവന്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ്. ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുക. ഇലക്ട്രോസ്കോപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ ടച്ച് ചെയ്താൽ സെയിം ചാർജാണ് അയാൾക്ക് കിട്ടുക. ടച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അടുത്ത് വെച്ചാൽ എന്ത് ചാർജാണ് കിട്ടുക? ഓപ്പോസിറ്റ് ചാർജാണ് കിട്ടുക. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഒന്നാമത്തെ മഹാനെ പരിചയപ്പെട്ട്. ഇനി രണ്ടാമത്തെ ആളാരടാ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചിത്രം ഉണ്ട്, ഒരു മിറർ ഉണ്ട്. ആ മിററിലേക്ക് ഒരു ലൈറ്റ് 40 ഡിഗ്രിയിലാണ് വന്നത്. അങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണ്, 40 കോണളവിൽ ഒരു പ്രകാശരശ്മി പതിക്കുന്നു എങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? നമ്മൾ പണ്ടേ പഠിച്ചതാ. മിററിന്റെ കേസിൽ നമുക്കറിയാം, പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ പതന കോൺ 40 അല്ലേ, അപ്പൊ പ്രതിപതന കോണും എത്ര തന്നെ ആയിരിക്കടാ? 40 ഡിഗ്രി. പതന കോണും പ്രതിപതന കോണും തുല്യമായതിനാൽ പ്രതിപതന കോൺ എത്ര ഡിഗ്രി ആയിരിക്കടാ? 40 ഡിഗ്രി ആയിരിക്കും. സെറ്റ് അല്ലേ? എളുപ്പല്ലേ? ആ ചോദ്യം നമ്മൾ പരിചയപ്പെട്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? മൂന്നാമത്തെ മഹാൻ, ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഹെൽപ്പ് അസ് ടു വാക്ക് ഓൺ ദി ഫ്ലോർ. ഓഹോ, പുതിയൊരു വിവരമാണല്ലോ. നമുക്ക് നടക്കാൻ സഹായിക്കുന്നത്, തറയിലൂടെ നമ്മളെ നടത്താൻ സഹായിക്കുന്നത് ഘർഷണ ബലമാണ്, ഫ്രിക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിനുള്ള 2 മാർഗങ്ങൾ എന്താണ്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ നമ്മൾ എത്ര മാർഗം പഠിച്ചതാ? ഘർഷണ ബലം കുറയ്ക്കാൻ നമ്മൾ 4 മാർഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ 4 മാർഗങ്ങൾ? ദാടാ എളുപ്പമുള്ള 4 മാർഗങ്ങൾ. ഒന്നാമത്തെ എന്താ? സ്ട്രീം ലൈനിങ്. എന്താ സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ? ധാരാലേഖിതമാക്കൽ. രണ്ടാമത്തെ എന്താടാ? ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക, സ്നേഹകങ്ങൾ ഉപയോഗിക്കുക. മൂന്നാമത്തെ എന്താ? ബിയറിങ്ങുകൾ ഉപയോഗിക്കുക. നാലാമത്തെ എന്താ? പോളിഷിംഗ് ദ സർഫസസ്. പ്രതലങ്ങൾ എന്ത് ചെയ്യുക? മിനുസപ്പെടുത്തുക. അപ്പൊ നമ്മൾ വീണ്ടും പറയുന്നു, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഘർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് 4 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം എന്താടാ? സ്ട്രീം ലൈനിങ്. അതിന് സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? എടാ, ഘർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വണ്ടികളുടെ ഷേപ്പ് ഒക്കെ നമ്മൾ കൂർത്തതാക്കും. വാഹനങ്ങളുടെ ഷേപ്പിൽ വ്യത്യാസം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, വാഹനങ്ങളുടെ ആകൃതി വ്യത്യാസപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രീം ലൈനിങ്, ധാരാലേഖിതമാക്കൽ. എന്നിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നടാ? രണ്ടാമത്തെ പോയിന്റ് ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക. സ്നേഹകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചെണ്ണ ഉപയോഗിക്കുക, ഓയിൽ ഉപയോഗിക്കുക. ഇവിടെ
ഇവിടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, സോളിഡ് ഫോമിലുള്ള ലൂബ്രിക്കന്റ് ഏതാണ്? ഖരാവസ്ഥയിലുള്ള ദ്രാവകം ഏതെത്ര? ദ്രാവകം ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകത്തിന്റെ പേരാണ് ഗ്രാഫൈറ്റ്. അതും കൂടി ഇവിടെ ഓർത്ത് വെക്കുക. മൂന്നാമത്തെ എന്താ? ബിയറിംഗ് ഉപയോഗിക്കുക. 2 തരം ബിയറിംഗ് ഉണ്ടായിരുന്നു, ബോൾ ബിയറിംഗും നീഡിൽ ബിയറിംഗും. അതിന്റെ പ്രവർത്തന തത്വം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ, പഠിച്ചേക്കുക. നാലാമത്തെ എന്താടാ? പോളിഷിംഗ് ദ സർഫസസ്. പ്രതലങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? മിനുസപ്പെടുത്തുക. ക്യാരം ബോർഡൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ പൗഡർ ഇടൂലേ, അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. സോ എന്നെ മക്കൾ മനസ്സിലാക്കുക, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എത്ര മാർഗ്ഗങ്ങൾ ഉണ്ടാ? 4 മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മാർഗ്ഗങ്ങൾ എന്തായിരുന്നു? ഒന്നാമത്തെ മാർഗ്ഗം സ്ട്രീം ലൈനിങ്. രണ്ടാമത്തെ എന്തായിരുന്നു? ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക. മൂന്നാമത്തെ എന്താടാ? ബിയറിങ്ങൾ ഉപയോഗിക്കുക. നാലാമത്തെ എന്താടാ? പോളിഷിംഗ് സർഫസസ്. പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഘർഷണ ബലം എത്ര ടൈപ്പ് ഉണ്ട്? 2. റോളിംഗ് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഉരുളൽ ഘർഷണം, നിരങ്ങൽ ഘർഷണം. ഉരുട്ടാനാണോ നിരക്കാനാണോ സുഖം? ഉരുട്ടാനാണ് സുഖം. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. നമ്മൾ അതും പരിചയപ്പെട്ട്. അവസാനത്തെ ചോദ്യമാണോ എന്ന് അറിയില്ല, അതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ. അവസാനത്തല്ല, അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ അറേഞ്ച്മെന്റ് ഷോൺ? ഈ സംവിധാനം എന്താണെന്ന്. എടാ നോക്കടാ, ഒരാണിന്റെ, ആ ആണിന്റെ മേലെ കൂടെ വയർ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്, അതിലൂടെ കറന്റും കടത്തി വിട്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്താ പറയാ? ഇലക്ട്രോ മാഗ്നറ്റ്. താൽക്കാലിക കാന്തം അല്ലെങ്കിൽ വൈദ്യുത കാന്തം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ്. ഇവന്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. കറന്റ് കടത്തി വിട്ടാൽ ഇവൻ കാന്താവും. ഇപ്പൊ ഇവിടെ മുട്ടുസൂചി വെച്ചാൽ മുട്ടുസൂചി ഒട്ടിപ്പിടിക്കും. കാരണം എന്താ? ഇവൻ ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. കറന്റ് കടത്തി വിട്ടാൽ നിങ്ങൾക്ക് ഒരു ആണിനെ എന്തായിട്ട് മാറ്റാം? കാന്തമായിട്ട് മാറ്റാം. ഓക്കെ, സെറ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇതിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള 2 മാർഗ്ഗങ്ങൾ പറഞ്ഞുതരുമെന്ന്. നമ്മൾ വേണമെങ്കിൽ 3 മാർഗ്ഗം പറഞ്ഞെടുക്കും. ഏതാണ് ഒന്നാമത്തെ മാർഗ്ഗം? ഇവിടെ ഒരു സെല്ലല്ല ഉള്ളത്, 2 സെല്ല് കൊണ്ടുപോയി വെക്കുക, കുറെ ബാറ്ററി കൊണ്ടുപോയി വെക്കുക, വൈദ്യുതിയുടെ അളവ് വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് ദി ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. ഒന്നാമത്തെ ആയില്ലേ. ഇനി രണ്ടാമത്തെ എന്താ? സാറേ ഇവിടെ ചുറ്റുകൾ ഇത്രയല്ലേ ഉള്ളൂ, കുറച്ചും കൂടി ചുറ്റങ്ങോട്ട് കൂട്ടുക, ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ്. മൂന്നാമത്തെ എന്താടാ? ഇതിനുള്ളിൽ വെച്ച ആണിന്റെ വണ്ണം കൂട്ടുക. ഇൻക്രീസ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സോഫ്റ്റ് അയൺ. ആണിയുടെ ഛേദതല പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കൂട്ടുക, വണ്ണം കൂട്ടുക. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ 3 പോയിന്റും പഠിച്ച് മൂന്നാമത്തെ ആളെ നമ്മൾ പരിചയപ്പെട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ. 4ാമത്തെ ചോദ്യത്തോടു കൂടി ഇത് ചെയ്യുക. അവസാനത്തെ ചോദ്യത്തോടു കൂടി നമ്മൾ പരിപാടി അവസാനിപ്പിക്കാൻ പോവുക. ഈ ചോദ്യം നല്ല കിടിലം ക്വസ്റ്റ്യനാ. നോക്കട്ടാ, 2 കാന്തങ്ങൾ ഉണ്ട് ഇവിടെ. ഇത് ഏത് കാന്ത? ബാർ കാന്തം. ഈ കാന്തത്തിന്റെ ഇവിടെ നോർത്താണ്, ഇവിടെ സൗത്താണ്, ഇവിടെ സൗത്താണ്, ഇവിടെ നോർത്താണ്. ഇത് കാണുന്നില്ലേ? ഇവിടെ സൗത്താണ്, ഇവിടെയും സൗത്താണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ ഇവിടെ സംഭവിക്കുക, എന്താ ചോദ്യം ഒന്നും കാണുന്നില്ലേ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇവരെ ആകർഷിക്കുകയാണോ വികർഷിക്കുകയാണോ ചെയ്യുക? എപ്പോഴും മനസ്സിലാക്കണം, സെയിം ആണെങ്കിൽ, ഒരേപോലുള്ള ധ്രുവങ്ങളാണെങ്കിൽ വികർഷിക്കുകയാണ് ചെയ്യുക, റിപ്പൽ ആണ് ചെയ്യുക. ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ ചെയ്യുക? അട്രാക്റ്റ് ആണ് ചെയ്യുക. ഇനി എന്താ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ എന്താ? അയ്യോ, അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഇവർക്കിടയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ചിത്രം വരയ്ക്കുക. ഇവർക്കിടയിലുള്ള കാന്തിക ബലരേഖകൾ ചിത്രം വരയ്ക്കാൻ. പരീക്ഷയ്ക്ക് ചിലപ്പം കാന്തിക ബലരേഖകൾ വരയ്ക്കാൻ വേണ്ടി വരും. ഞാൻ പറഞ്ഞുതരാം, എക്സാമിന് വരാൻ സാധ്യതയുള്ള ഫുൾ ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞുതരാം. കാന്തിക ബലരേഖകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പറ്റി ആദ്യം നിങ്ങൾ അറിയേണ്ട പോയിന്റ് എന്താ? നിങ്ങൾക്ക് അത് നോർത്ത് നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും, സൗത്തിലോട്ട് എൻഡ് ചെയ്യും. നോർത്ത് നിന്ന് അങ്ങോട്ട് പറയും, നോർത്തിനോട് ടാറ്റ പറഞ്ഞ അങ്ങോട്ട് വരും, നോർത്തിനോട് പറയാം നോ. അങ്ങനെ ആലോചിക്കുക. നോർത്തിനോട് ഞാൻ അന്ന് ലൈവിൽ ഇങ്ങോട്ട് പറഞ്ഞു, നോർത്ത് നിന്ന് നോ നോ, ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് പോരും. നോ, ഞാൻ അങ്ങോട്ടില്ല. നോ നോ നോ, ഞാൻ അങ്ങോട്ടില്ല, ഞാൻ പോവാ. നോ നോ നോ, ഞാൻ അവിടെ നിൽക്കണില്ല. നോ 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 നോ. നോർത്തിനോട് നോ പറഞ്ഞ അവിടെ നിന്ന് പോവും. എന്നാൽ സൗത്തിനോട് എന്താ പറയാ? യെസ്. കണ്ടോ, ആ പേര് തന്നെ ഉണ്ട്, യെസ്. സൗത്തേട്ടാ, യെസ് ഐ എം കമ്മിങ്. സൗത്തേട്ടാ സൗത്തേട്ടാ സൗത്തേട്ടാ, സൗത്തിലേക്ക് അങ്ങോട്ട് വരും. അപ്പൊ നോർത്തിനോട് നോ പറഞ്ഞു പോകുന്ന ആലോചിക്കുക, സൗത്തിനോട് യെസ് പറഞ്ഞ് വരുന്ന ആലോചിക്കുക. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഓക്കെ അല്ലേ? ഇനി തുടങ്ങാൻ പോവാണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 4 ഇത്ര ഉണ്ട്. ഈ 4 ഇത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്കാ ഫുള്ളാ ആ പാടത്തുനിന്ന് അല്ലെങ്കിൽ ആ ഹെഡിങ്. ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യൻ, നോർത്തും സൗത്തും ഇവർക്കിടയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എവിടുന്ന് എങ്ങോട്ട് വരെ പോവുക? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പൊ നോർത്ത് നിന്നാണോ സൗത്ത്? നോർത്ത് നിന്ന് എങ്ങോട്ടാ സൗത്തിലേക്ക് പോവുക? അപ്പൊ നോക്കണം, നോർത്ത് നിന്ന് സൗത്ത് വരെ പോകും. നോർത്തേട്ടാ സൗത്തേട്ടാ 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 സൗത്തേട്ടാ, ഇത്രയുള്ള പരിപാടി. നോർത്തിൽ നിന്നും സൗത്തിലേക്ക്, നോർത്തിൽ നിന്നും സൗത്തിലേക്ക്, നോർത്തിൽ നിന്നും സൗത്തിലേക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ പറയും, ഈ ചിത്രത്തിൽ എവിടുന്ന് എങ്ങോട്ടായിരിക്കും? സാറേ ഇത് സൗത്താണ്, ഇത് നോർത്താണ്. അപ്പൊ എവിടുന്ന് എങ്ങോട്ടാ പോവുക? ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ, നോർത്ത് നിന്ന് എങ്ങോട്ടാ പോവുക? സൗത്തേക്ക്. ഇതല്ലേ നോർത്ത്? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാ പോവുക. സൗത്തേട്ടാ 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 സൗത്തേട്ടാ. പരിപാടി കഴിഞ്ഞു. 2 ഇത്രം പക്കല്ലേ? ഈ 2 ഇത്രം സെറ്റ് ആണെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോക്ക് ഒന്ന് അടിച്ചാണ്. ഇനി നമുക്ക് ഇപ്പഴും നോക്കാം. ഇവനാണ് എക്സാമിന് കുറച്ചും കൂടി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. നോർത്തും ആണെങ്കിൽ എന്താ സംഭവിക്കുകയാണ് ഞാൻ പറഞ്ഞു. നോർത്ത് നിന്ന് എന്താ പറയാ? എസ് പറഞ്ഞിട്ട് പോവാണോ ചെയ്യുക? എസ് പറഞ്ഞിട്ട് നോർത്തേക്ക് വരികയാണോ ചെയ്യുക? നോർത്ത് പറഞ്ഞിട്ട് നോ എന്ന് പറഞ്ഞിട്ട് പോവാണോ ചെയ്യുക? നോർത്തിനോട് നമ്മൾ എന്താ പറയാ? നോ, അന്ന വേണ്ട, പോട്ടെ പോട്ടെ, ഞാൻ അവിടെ നിൽക്കണില്ല എന്നാണ് പോവാ ചെയ്യുക. അപ്പൊ നോർത്ത് നിന്ന് അങ്ങോട്ട് പോവുകയാണേ. അപ്പൊ ഇവൻ വിചാരിച്ചത് ഇവിടെ സൗത്ത് ആണെന്ന്. പക്ഷെ അവിടെ സൗത്ത് ആണോ? നോർത്തും ഐ ലവ് യു ആണോ ഐ ഹേറ്റ് യു ആണോ? ഐ ലവ് യു ആണോ ഐ ഹേറ്റ് യു ആണോ?
നോർത്തിനെ കണ്ണ് കണ്ടുകൂടാ, നോർത്തിനോനെ വേണ്ട. ഇവ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോവും, സൗത്താണ് വിചാരിച്ച് പോവും. അപ്പോഴാണ് പറഞ്ഞത് ഓ നോർത്താ അങ്ങോട്ടില്ല, ഇവ നേരെ അങ്ങോട്ട് പോകും. ഞാനില്ല എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ഞാൻ വിട്ടേക്കുക. അല്ലല്ല എനിക്കെന്നെ വേണ്ട അമ്മേ, എനിക്ക് നോർത്തിനെ വേണ്ട. നോർത്തും കണ്ട തമ്മിൽ ദുഷ്മന്മാരാണ്, ഇവർ തമ്മിൽ ഇഷ്ടമല്ല. സെയിം ധ്രുവങ്ങളാണെങ്കിൽ ഇഷ്ടമല്ല. ആ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു ചിത്രം എങ്ങനെ ആയിരിക്കും? എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഏരോ മാർക്ക് എങ്ങോട്ട് ഇടാന്ന്. എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോർത്ത് അല്ലേ, നോർത്തിനോട് യെസ് ആണോ പറയാ നോ ആണോ പറയാ? നോർത്ത് ആ പേര് തന്നെ ഉണ്ട്, നോ നോ നോ. നോർത്തിനോട് നോ പറയും കേട്ടോ. ഞാൻ അങ്ങോട്ട് ഇല്ല, നോ എനിക്കെന്നെ വേണ്ട, നോ നോ നോ, അവിടുന്ന് അങ്ങോട്ട് പോകും. സെറ്റല്ലേ? ഇനി നിങ്ങൾ പറയും സൗത്തും ഐ ലവ് യു ആണോ ഐ ഹേറ്റ് യു ആണോ? ഇവിടെ ഓപ്പോസിറ്റ് ആൾക്കാരായതുകൊണ്ട് ഐ ലവ് യു ആയിരുന്നു. നമ്മുടെ സെയിം ആൾക്കാരല്ലേ, അപ്പൊ ഐ ലവ് യു അല്ല ഐ ഹേറ്റ് യു. അപ്പൊ ഇതേപോലുള്ള ചിത്രമാണ് വരിക. അപ്പൊ നമ്മൾ ആദ്യം അതേപോലെ ചിത്രം വരച്ച് ഇനി ഏരോ മാർക്ക് ഇടണം. ഏരോ മാർക്ക് എങ്ങനെ ഇടുക? ഇത് സൗത്ത് അല്ലേ, സൗത്തിനോട് നോ എന്നാണോ പറയാ യെസ് എന്നാണോ പറയാ? സൗത്ത് ആ പേര് തന്നെ ഉണ്ട് യെസ്. അപ്പൊ സൗത്ത് ഏട്ടാ കണ്ടോ, ഏരോ മാർക്ക് അങ്ങോട്ടാ വരിക. ഇത്ര ഉള്ളൂ പരിപാടി. ഇത് വരച്ചു പഠിക്കുക, എക്സാമിന് ഏതെങ്കിലും ഒന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ നല്ല കിടില മഹാന്മാരാണ്, പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. ആ ചോദ്യങ്ങളൊക്കെ പരീക്ഷ പേപ്പറിൽ കാണാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ്. സോ ഈ മഹാന്മാരൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓൾറെഡി നമ്മൾ ഇതിന്റെ 3 വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ വീഡിയോയിലും ഞാൻ മിനിമം 4 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ പക്ക പഠിക്കുക, നല്ല ഉഷാറായിട്ട് പഠിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സാമിന്റെ തലേന്നുള്ള ആ രാത്രിക്കത്തെ ഏരക്കത്തെ ലൈവിന് 7:30 ലൈവിന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക, ഉഷാറായിട്ട് വരിക. നമ്മൾ ബാക്കി ചോദ്യങ്ങളും കൂടി പഠിക്കും, നമ്മൾ എക്സാം പൊളിക്കും. ഓക്കെ അല്ലേ? സോ ഗൈസ്, നല്ല ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ടാറ്റാ.